ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ കണക്കുകൂട്ടൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഊർജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അറിയുന്നതിനു മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച 2026 ഓഗസ്റ്റ് 13. ഇന്ന് ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. പുതിയ തുടക്കങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. ആയില്യം നക്ഷത്രമാണ് ഇന്ന്. ഇത് നമ്മുടെ ഉള്ളിലെ ആത്മീയ ഉണർവിനെ സൂചിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 12:16 വരെ വരിയാൻ യോഗമുണ്ട്. ഇത് കാര്യവിജയത്തിന് സഹായിക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:02 സൂര്യാസ്തമയം വൈകുന്നേരം 7:01 ഉച്ചയ്ക്ക് 2:09 മുതൽ വൈകുന്നേരം 3:47 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:57 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13, 2026 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെയും സ്വയം തിരിച്ചറിയലിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമായതിനാൽ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. ഇന്ന് നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ അല്പം അശ്രദ്ധ കാണിച്ചേക്കാം. എന്നാൽ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇത് നല്ല സമയമാണ്. കരിയറിലും കുടുംബജീവിതത്തിലും ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കാരണം മനസ്സ് അലഞ്ഞുതിരിയാൻ സാധ്യതയുണ്ട്. യുവാക്കൾ ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടിലെ കാര്യങ്ങളിൽ സംയമനം പാലിക്കുക, കാരണം ആയില്യം നക്ഷത്രത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തൽക്കൽമായേക്കാം. ജോലി ചെയ്യുന്നവർ ഇന്ന് മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മെറൂൺ ആണ്. രാവിലെ 10:15 മുതൽ 11:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ചെടികൾക്ക് വെള്ളമൊഴിക്കുകയോ പൂന്തോട്ടത്തിൽ നടക്കുകയോ ചെയ്യുക. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചെറിയൊരു സംഭാവന ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. അതിനാൽ QR കോഡ് വഴി സഹായിക്കാൻ ശ്രമിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. ചന്ദ്രൻ ഇന്ന് കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിന്റെ വേഗത കുറഞ്ഞതായും മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥതയും അനുഭവപ്പെടാം. ജോലിസ്ഥലത്തോ വീട്ടിലോ നിങ്ങൾ പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കാത്തത് നിങ്ങളെ അല്പം നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ ഓർക്കുക, ആയില്യം നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇത് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമല്ല. മറിച്ച് നിങ്ങൾ ഇതുവരെ എത്രത്തോളം വളർന്നു എന്നും ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കായി എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും ശാന്തമായി ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ
അല്പം ക്ഷമ പാലിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരിയായി സ്വന്തം കഴിവുകളെ വിലയിരുത്താനുള്ള ദിവസമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ സ്വാധീനം മൂലം ഏകാഗ്രതയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഴയവ ആവർത്തിക്കുന്നതാണ് നല്ലത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. അല്ലാത്തപക്ഷം ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിവരും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ ജോലിയുടെ സമ്മർദ്ദത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. എന്നാൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. പുതിയ നിക്ഷേപങ്ങളോ വലിയ തീരുമാനങ്ങളോ ഇന്ന് ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങളോ സന്ധിവേദനയോ അനുഭവപ്പെടാം. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ശുഭസൂചന. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇന്നത്തെ പുണ്യകർമ്മമായി അർഹരായവർക്ക് പാൽ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക. രാഹുവിന്റെ സ്വാധീനം മൂലം മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഭയം കാരണം മാറ്റാൻ കഴിയാത്ത ഒരു കാര്യം ഏതാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് 13 ഓഗസ്റ്റ് 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം ഉണർത്തും. നിങ്ങളുടെ രാശിനാഥനായ ബുധനും വ്യാഴവും കർക്കടക രാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കും. ദൈനംദിന തിരക്കുകളിൽ നിന്ന് മാറി സ്വയം ഊർജ്ജസ്വലരാകാൻ ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. എന്നാൽ ആയില്യം നക്ഷത്രമായതിനാൽ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. തിടുക്കത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എങ്കിലും ചിലപ്പോൾ ആശയക്കുഴപ്പം തോന്നിയാൽ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ പ്രണയബന്ധങ്ങളിൽ സുതാര്യത പാലിക്കുക. വീട്ടമ്മമാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതിയുണ്ടാകും. പക്ഷേ അമിതമായ ജോലിഭാരം ഒഴിവാക്കുക. മുതിർന്നവർ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ധ്യാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. രാവിലെ 10 മണി മുതൽ 11:15 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയൊരു പുണ്യമായി മാറും. ഒരു ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് ഒരു സമ്മിശ്ര അനുഭവമായിരിക്കും. ചന്ദ്രനും സൂര്യനും കർക്കിടക രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം ഇന്ന് നിങ്ങളുടെ വികാരങ്ങൾ അല്പം തീവ്രമായിരിക്കും.
അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ഇന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം തോന്നും. ഇത് മനസ്സിന് വലിയ സന്തോഷം നൽകും. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് അല്പം വിവേകത്തോടെ പെരുമാറുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സമാധാനം നിലനിർത്താൻ സാധിക്കും. പഴയ പിണക്കങ്ങൾ മറന്ന് മുന്നോട്ട് പോകുക. ജോലിസ്ഥലത്ത് ഇന്ന് ആരുമായും തർക്കത്തിന് പോകരുത്. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. രാവിലെ 10 മണി മുതൽ 11:15 വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പച്ച നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഒരു നല്ല കാര്യമായി പഴയ സുഹൃത്തുക്കളെ വിളിക്കുകയോ അവരെ കാണുകയോ ചെയ്യുക. ഇത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ഇന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13 നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ദിവസമാണ്. ഇന്ന് ചന്ദ്രനും സൂര്യനും കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലാണ്. അതേസമയം കേതു നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കിയേക്കാം. ഇന്ന് ഒരു തരത്തിലുള്ള തർക്കങ്ങളിലും ഏർപ്പെടരുത്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുമായി. അത് ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും. എപ്പോഴും ശരി എന്ന് തെളിയിക്കുന്നതിനേക്കാൾ നല്ലത് വിനയത്തോടെ പെരുമാറുന്നതാണ് എന്ന് ഓർക്കുക. ചിങ്ങം രാശിക്കാർ സ്വാഭാവികമായും അഭിമാനികളാണ്. എന്നാൽ ഇന്ന് ക്ഷമ പാലിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ സമയം അല്പം പ്രയാസകരമായി തോന്നിയേക്കാം. എന്നാൽ ഇതൊരു ചെറിയ കാലയളവ് മാത്രമാണെന്ന് ഓർക്കുക. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം മനസ്സലയാൻ സാധ്യതയുണ്ട്. അതിനാൽ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് ശാന്തത നൽകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ജാഗ്രത ആവശ്യമാണ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. ഇന്ന് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഉചിതം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾക്കായി അല്പം സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. മേലധികാരികളോടോ സഹപ്രവർത്തകരോടോ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ധൃതിയിൽ ചെയ്യരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ മാനസിക ക്ഷീണമോ അനുഭവപ്പെടാം. ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഒരു പുണ്യകർമ്മമായി ഒരു നല്ല പുസ്തകം വായിക്കുകയോ മറ്റൊരാൾക്ക് അറിവ് പകർന്നു നൽകുകയോ ചെയ്യുക. ഇത് കേതുവിൻ്റെ നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കും. രാഹുവിൻ്റെ നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഇന്ന് ഒരു ചെറിയ ഡയറിയോ പുസ്തകമോ കൂടെ കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് പുറത്തുകടക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. ചന്ദ്രനും സൂര്യനും കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിനെ അല്പം അസ്വസ്ഥമാക്കിയേക്കാം. ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഊർജങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം.
ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം, അതിനാൽ ക്ഷമ കൈവിടരുത്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും കാര്യങ്ങൾ സുഗമമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെയുള്ള സമയം വളരെ നിർണായകമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ഒലിവ് ഗ്രീൻ ആണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ പുതിയൊരു ഹോബിയിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആരെയാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് പുണ്യം നൽകും. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിലവിലെ ജീവിത സാഹചര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം. വിഷമിക്കേണ്ട. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പുനർനിർവചിക്കാനും അവ യാഥാർത്ഥ്യമാക്കാനും പറ്റിയ സമയമാണ്. ജോലിയിൽ തിടുക്കം കാണിക്കാതെ സാവധാനം പടിപടിയായി മുന്നേറുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഇന്ന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം മനസ്സലയാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വ്യക്തത വരുത്തുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളും സ്വന്തം ആവശ്യങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ട ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിനാൽ കൃത്യമായ വ്യായാമവും യോഗയും ശീലിക്കുക. ഇന്നത്തെ ശുഭസൂചന: ഇന്ന് പച്ച നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4:30 മുതൽ 6 മണിവരെയുള്ള സമയം പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പതിവായി വ്യായാമം ചെയ്യുക. ഇരുമ്പ് മോതിരമോ കടുമോ ധരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ സാമൂഹികവും സന്തോഷകരവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടകം രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിനെ അല്പം വികാരാധീനവും എന്നാൽ വളരെ ഉന്മേഷഭരിതവുമാക്കും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കും. ആയില്യം നക്ഷത്രത്തിന്റെ സ്വാധീനം മൂലം പഴയ ഓർമ്മകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞുനോക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ആയില്യം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ആരുമായും തർക്കങ്ങൾക്ക് മുതിരരുത്. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിച്ച് സമ്മർദ്ദങ്ങൾ അകറ്റാൻ പറ്റിയ ദിവസമാണിത്. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ സർഗാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല സമയമാണെങ്കിലും ഏകാഗ്രതയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ശാന്തമായ ഒരിടത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. സുഹൃത്തുക്കളോടൊപ്പം ചെറിയ ഒത്തുചേരലുകൾ നടത്താം. എന്നാൽ ഒരു കാര്യം ഓർക്കുക: ഇന്ന് ആരോടും സംസാരിക്കുമ്പോൾ അമിതമായി വികാരാധീനരാകരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിന്റെ അന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്താൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം പഴയ ഫോട്ടോകൾ നോക്കിയോ വിശേഷങ്ങൾ പങ്കുവച്ചോ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് സമ്മിശ്ര ഫലമാണ്.
ജോലിസ്ഥലത്ത് ആരുമായും തർക്കിക്കരുത്. ആയില്യം നക്ഷത്രത്തിൽ ചതി പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം ആഘോഷങ്ങൾക്ക് ഉത്തമമാണ്. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് വെള്ളമോ തണുത്ത പാനീയമോ നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ഒരു പ്രധാന ഉപദേശം: ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ സൗഹൃദത്തിന്റെ അടയാളം എന്താണ്? പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നതാണോ അതോ എപ്പോഴും കൂടെയുള്ളതാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13. നിങ്ങൾക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് അല്പം അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇത് നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചേക്കാം. നിരാശപ്പെടാതെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പുതിയ വഴികൾ കണ്ടെത്തുക. പ്രണയബന്ധങ്ങളിൽ ഇന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് അമിത ആത്മവിശ്വാസം വേണ്ട. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ ധ്യാനം ശീലിക്കുക. ഉദ്യോഗസ്ഥർ ജോലിയിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ്സുകാർ പുതിയ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് മറ്റുള്ളവർക്ക് സഹായം നൽകുന്നത് പുണ്യമായി കരുതുക. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവം ഏതാണ്? കമന്റിൽ പങ്കുവെക്കുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ചന്ദ്രൻ കർക്കടകം രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ്. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നു. ഇന്ന് നിങ്ങൾ കൂടുതൽ പ്രായോഗികവും യാഥാർത്ഥ്യബോധമുള്ളതുമായ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു ചെറിയ സംഭവം പോലും നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചേക്കാം. ഈ മാറ്റം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ പോസിറ്റീവായ മനോഭാവം മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാകാം. അവിടെ നിങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേഗത്തിൽ നീങ്ങും. ഇന്ന് നിങ്ങൾക്ക് വളരെ രസകരമായ ഒരാളെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചേക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, ഇന്ന് തർക്കങ്ങളും സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങളും ഒഴിവാക്കുക. കാരണം ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാഹുവിൻ്റെ അപ്രതീക്ഷിതമായ സ്വാധീനത്തിൽ നിന്ന് രക്ഷ നേടാൻ ശാന്തത പാലിക്കുക. സാധ്യമെങ്കിൽ ഒരു രത്നമോ കവചമോ കൂടെ കരുതുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംഭാവനകൾ ഈ ചാനലിനെ നിലനിർത്താൻ സഹായിക്കും. QR കോഡ് സ്കാൻ ചെയ്ത് പിന്തുണയ്ക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13 ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ ആസൂത്രണം ചെയ്ത യാത്രകളിലോ ജോലികളിലോ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്.
എന്നാൽ ഈ തടസ്സങ്ങൾ നിങ്ങളുടെ ദീർഘകാല ഗുണത്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പരിഭവിച്ച് സമയം കളയരുത്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർ ഇന്ന് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കുക. ഇന്ന് പിങ്ക് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം ശുഭകരമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പിന്തുണയ്ക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 13 നിങ്ങൾക്ക് മാനസികമായും വൈകാരികമായും അല്പം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രനും സൂര്യനും കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ അമിതമായ ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന ജോലി ഭാരത്തിൻ്റെ ഫലമാണിത്. ഇന്ന് സ്വയം ശാന്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഷ്യം നിൽക്കുന്തരിക. കാരണം ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും. ശാന്തമായി ചിന്തിച്ചാൽ ഏത് പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തേക്കാൾ ഉപരി മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ചു സമയം ധ്യാനത്തിൽ ഏർപ്പെടുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് അല്പം മാറി സ്വയം വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക. വീട്ടിലുള്ളവരുമായി തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രതയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് ആരുമായും തർക്കിക്കരുത്. പുതിയ നിക്ഷേപങ്ങൾ ഇന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്ന പൗരന്മാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ മാനസിക ക്ഷീണമോ അനുഭവപ്പെടുകയാണെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്നൊരു നല്ല കാര്യമായി വീട്ടിൽ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5:30 വരെയാണ് 3 മണി മുതൽ 5:30 വരെ സമയം. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.